കോട്ടയം വൈക്കത്ത് വള്ളം മറിഞ്ഞ് കാണാതായ പാണാവള്ളി സ്വദേശിക്കായി തിരച്ചിൽ ഇപ്പോഴും തുടരുകയാണ്. പാണാവള്ളി സ്വദേശി കണ്ണൻ എന്ന സുമേഷിനെയാണ് കാണാതായത്. 23 പേരാണ് ആ വള്ളത്തിൽ ആകെ ഉണ്ടായിരുന്നത്. സുമേഷിന് നീന്തൽ അറിയാമെന്ന് ഒപ്പമുണ്ടായിരുന്നവർ പറഞ്ഞു. വള്ളത്തിന്റെ ഇരു സൈഡിൽ കൂടി വെള്ളം കയറിയെന്നാണ് മനസ്സിലാക്കുന്നത്. നല്ല കാറ്റാണ്. കാറ്റ് മുഖാന്തരമായിരിക്കാം ഒരുപക്ഷെ വെള്ളം ചരിഞ്ഞ് വെള്ളം കയറാനായ സാഹചര്യം ഉണ്ടായത്. മറ്റെന്തെങ്കിലും പ്രശ്നമാണോ എന്നുള്ളത് കൂടുതൽ അന്വേഷണത്തോട്ട് പുറത്ത് വരേണ്ടിയിരിക്കുന്നു. ബാക്കി എല്ലാവരും സേഫാണ്. അവർ പറഞ്ഞ ആ വള്ളത്തിലുണ്ടായിരുന്ന പ്രധാനപ്പെട്ട ആൾക്കാരെല്ലാം പറഞ്ഞതനുസരിച്ച് 23 പേരാണ്, വള്ളക്കാരനുൾപ്പെടെ. അതിൽ 22 പേരും സുരക്ഷിതരാണ്. അവർക്ക് മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളൊന്നും നിലവിലില്ല എന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒരാൾ മിസ്സിംഗ് ആണ് ഇപ്പോൾ. ഞാൻ നോക്കിയപ്പോൾ ഈ വഞ്ചി അവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്നതാണ് കണ്ടത്. ഇത്ര ആളെയും വെച്ചു. അപ്പൊ പെണ്ണുങ്ങളെല്ലാം വഞ്ചിയുടെ അകത്ത് ഇറങ്ങിയിരിക്കുക. നടുക്ക് ഇറങ്ങിയിരിക്കുകയാണ് എല്ലാവരും. അപ്പൊ ഈ ഓടിക്കണ ആളിങ്ങനെ യമഹ ഇങ്ങനെ പിടിച്ചോണ്ട് നിന്ന് പുറത്തേക്ക് അവിടെ നിന്ന് ഇങ്ങോട്ട് പുറത്തേക്ക് വെക്കാനും ഞാൻ അകത്തേക്ക് കയറിയ സമയം കൊണ്ട് പെട്ടെന്ന് അയ്യോ കൊട്ടു നോക്കി ഞാൻ ഇറങ്ങി നോക്കിയിട്ട് ഇങ്ങോട്ട് വെള്ളം ഒഴുകി ഇങ്ങനെ പോകുന്നു. വള്ളവും ആളും എല്ലാം ഒഴുകി ഇങ്ങനെ തല മാത്രമേ കാണാനുള്ളൂ. ഈ വെള്ളം കമന്ന് കിടക്ക്. ചേച്ചിയുടെ അയ്യോട്ടനായിട്ട് പുറത്തേക്ക് ഇറങ്ങി വന്നപ്പോൾ ഇതേപോലെ മരിച്ച വീട്ടിൽ വന്ന് 10-30 പേരോളം ഉണ്ടായിരുന്നു. എല്ലാവരും മുങ്ങി വള്ളത്തിന്റെ അടിയിലൊക്കെ ആയിപ്പോയ ആൾക്കാർ എന്ന് പറഞ്ഞ് അത് കേട്ടിട്ട് എനിക്ക് വേറെ ഒരു നമ്പരും അറിയാൻ പാടില്ലായിരുന്നു വിളിക്കാൻ. ഞാൻ പെട്ടെന്ന് 100-ലേക്ക് വിളിച്ച് പോലീസിലേക്ക് അറിയിക്കുകയാണ് ചെയ്തത്. അപ്പോൾ അവരെ ആരും വിളിച്ചിട്ടില്ലെന്നും പറഞ്ഞ് അങ്ങനെ ഫയറിന്റെ നമ്പർ എന്റെ ഫോണിൽ നിന്ന് വിളിച്ചിട്ട് ആ നമ്പറിലേക്ക് കോള് പോകില്ല. പിന്നെ പോലീസുകാർ തന്നെ നമ്മളെ തിരിച്ച് വിളിച്ച് കറക്റ്റ് കാര്യങ്ങളൊക്കെ തിരക്കുകയും അവർ പെട്ടെന്ന് വരികയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു അരമണിക്കൂറിനകം തന്നെ എല്ലാവരും വന്ന് അപ്പോൾ ഇവിടെ രക്ഷപ്പെടുത്താൻ പറ്റണമെന്ന് വെച്ചാൽ കണ്ടവരും അറിഞ്ഞവരും ഒക്കെ ഓടിച്ചെന്ന് വള്ളത്തിൽ ചെന്നൊക്കെ രക്ഷപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. നമ്മളെല്ലാവരും അറിയുന്നവർ തന്നെയാണ്. ഇവിടെ വന്ന് കണ്ടപ്പോൾ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും സഹോദരങ്ങളൊക്കെയാണ്. ടോബി ജോൺസൺ കോട്ടയത്ത് നിന്ന് ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ടോബി, അപകടം ഉണ്ടായിട്ട് ഇപ്പോൾ എത്ര സമയം കഴിഞ്ഞിട്ടുണ്ട്? അതോടൊപ്പം തന്നെ ഒരു മരണാനന്തര ചടങ്ങിൽ പങ്കെടുക്കാൻ എത്തിയവരാണ് ഈ അപകടത്തിൽപ്പെട്ടതെന്ന് മനസ്സിലാക്കുന്നു. സാധാരണഗതിയിൽ അവിടെയുള്ള കടത്തുവള്ളമാണോ അപകടത്തിൽപ്പെട്ടത്? 2:15 കൂടിയാണ് ഈ സംഭവം നടക്കുന്നത്. ആ സമയം മുതൽ തുടങ്ങിയ തിരച്ചിലാണ്. എന്തായാലും ഈ 22 പേരും കരക്കെത്തി. അവർ ആ സമയത്ത് അത്ഭുതകരമായി ഒരു വള്ളത്തിൽ പിടിച്ചു നിന്ന് രക്ഷപ്പെട്ടു. നമുക്കിപ്പോൾ കാണാം വലിയ ശക്തമായിട്ടുള്ള കാറ്റുണ്ട്. ഈ തിരച്ചിൽ ദുസ്സഹമാക്കുന്നത് അത് തന്നെയാണ്. ഒന്ന്, ഫയർഫോഴ്സിന്റെ ഒരു ചെറിയ ബോട്ട്, ഒരു ഡങ്കി ബോട്ടുണ്ട്. അതുപോലെ തന്നെ ജലവകുപ്പിന്റെ ഒരു ബോട്ടുണ്ട്. ഇത് രണ്ടും ആ കായലിന്റെ നടുക്ക് തിരച്ചിൽ നടത്തുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. കണ്ണൻ എന്ന് പറയുന്ന വ്യക്തിയെയാണ് തിരയുന്നത്. ഒരാൾ മാത്രമാണ് മിസ്സിംഗ് എന്നാണ് പറയുന്നത്. 12 പുരുഷന്മാരും 11 സ്ത്രീകളുമാണ് ആ ഒരു വള്ളത്തിൽ ഉണ്ടായിരുന്നത്. ഈ വള്ളം കറക്റ്റ് ഈ പുഴയുടെ നടുക്കെത്തിയപ്പോൾ ഈ ശക്തമായ കാറ്റിനെ തുടർന്ന് ഈ വെള്ളം അടിച്ച് കയറി വള്ളത്തിലേക്ക് വെള്ളം കയറുകയായിരുന്നു. തുടർന്ന് ഈ വള്ളം മുങ്ങുകയായിരുന്നു. ഉടൻ തന്നെ സമീപത്തുണ്ടായിരുന്ന കക്ക വാരുന്ന ഒരു വള്ളം അവിടേക്ക് എത്തുന്നു. ആ വള്ളത്തിൽ പിടിച്ച് കുറച്ചു നേരം അവർ കിടക്കുന്നു. തുടർന്ന് മറ്റ് വള്ളക്കാർ കൂടി അവിടേക്ക് എത്തി ഈ ആളുകളെ എല്ലാം കരയ്ക്ക് എത്തിക്കുകയായിരുന്നു. എന്തായാലും ആ സമയം മുതൽ തുടങ്ങിയ തിരച്ചിലാണ്. അതിപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു വ്യക്തിക്ക് വേണ്ടിയുള്ള തിരച്ചിലാണ്. ബാക്കിയുള്ളവരെല്ലാം അവരുടെ ആരോഗ്യനിലയെല്ലാം സുരക്ഷിതമാണ്. അവർക്ക് മറ്റു കുഴപ്പങ്ങളൊന്നുമില്ല എന്നാണ് റവന്യൂ വകുപ്പും പറഞ്ഞിട്ടുള്ളത്. ഈ ഒരു സ്ഥലം എന്ന് പറയുന്നത് സ്ഥിരമായിട്ട് വള്ളങ്ങൾ സഞ്ചരിക്കാറുണ്ട്. പക്ഷേ ഇത്തരത്തിലുള്ള ഒരു കാലാവസ്ഥ, ഈ ഒരു കാറ്റും കോളുമൊന്നും ഈ ഒരു സമയത്താണ് ഉണ്ടായിരുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ സാധാരണ അങ്ങനെ ഉണ്ടാകാറില്ല. പലപ്പോഴും ഈ പുഴ മുറിച്ചു കിടന്ന് അപ്പുറത്തോട്ടും ഇപ്പുറത്തോട്ടും ആളുകൾ പോകാറുണ്ട്. പക്ഷേ ഇത്രയും ആളുകളുമായി ഈ ഒരു കാലാവസ്ഥയിൽ സഞ്ചരിക്കുമ്പോൾ ഉണ്ടായ ഒരു അപകടം എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ആ തിരച്ചിൽ ഇപ്പോഴും തുടരുകയാണ്. ടി.കെ. ടോബി ജോൺസൺ ആണ് കോട്ടയത്ത് നിന്ന് വിശദാംശങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.